സൗഹൃദങ്ങളുടെ പേരിൽ സിനിമ അഭിനയിക്കാൻ പോകുന്നത് ലാലേട്ടൻ നിർത്തണമെന്ന് പല ആരാധകരും പ്രേക്ഷകരും ഒക്കെ പറയാറുണ്ട്. കാരണം അങ്ങനെ പോയി അഭിനയിക്കുന്ന പടങ്ങളിൽ മോഹൻലാലിന് അങ്ങനെ മികച്ച റോളുകളൊന്നും കിട്ടാറില്ല എന്നതുകൊണ്ട് തന്നെ. എന്നാൽ അതുപോലൊരു സംഭവം ഇപ്പോൾ ഉണ്ടാവുകയാണ്. കണ്ണപ്പ എന്ന സിനിമയിൽ മോഹൻലാൽ തെലുങ്കിലേക്ക് എത്തിയിരിക്കുന്നത് ഈ സൗഹൃദത്തിന്റെ പേരിലാണ്. മോഹൻലാലിന് ഒരു ഗംഭീര വേഷമാണ് അവർ കൊടുത്തിരിക്കുന്നതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും എങ്ങനെ മലയാളി പ്രേക്ഷകർ സ്വീകരിക്കും എന്നതാണ് ഇന്നേ ദിവസം വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. കാരണം ചിത്രത്തിന്റെ ഒരു സെക്കൻഡ് ടീസർ അവർ പുറത്തുവിട്ടു. മോഹൻലാലിന്റെ ലുക്കൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ലെങ്കിലും ഒരു ഗംഭീര വേഷം തന്നെയാണ് മോഹൻലാലിനുള്ളത് എന്ന് കാണാൻ കഴിയും. ഒരു ക്യാമിയോ തന്നെയാണ് മോഹൻലാൽ ഇതിൽ അവതരിപ്പിക്കുന്നത്. ഒരു പവർഫുൾ ക്യാമിയോ തന്നെയാണ് വരുന്നതും. എന്നാൽ ജയിലർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തിയതുപോലെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. ജയിലറിലെ ഒറ്റ ഒരു വേഷം കൊണ്ട് തന്നെ മോഹൻലാൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് പല സിനിമാക്കാരും പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്നറിഞ്ഞപ്പോഴാണ് കണ്ണപ്പയിലും അങ്ങനെ ഒരു സംഭവം പരീക്ഷിക്കാൻ അവർ തയ്യാറായതും. മോഹൻലാൽ ഒരു പ്രതിഫലം പോലും മേടിക്കാതെ എത്തുന്ന സിനിമയാണ്. എത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തും എന്നത് കണ്ടു തന്നെ അറിയാം. എന്നാൽ പല രീതിയിലുള്ള ട്രോളിന് ഇരയാകുന്നുമുണ്ട്. മോഹൻലാൽ ഈ കണ്ണപ്പ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടും ട്രോളുകൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ അതുപോലൊരു വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. കണ്ണപ്പയുടെ ടീസർ പുറത്തുവന്നപ്പോൾ അതിലെ കമന്റുകൾ ഈ ഒരു വഴിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. പ്രശസ്ത തെലുങ്ക് താരം വിഷ്ണു മഞ്ജു നായകനാകുന്ന ചിത്രമാണ് കണ്ണപ്പ. ഒരു ബിഗ് ബഡ്ജറ്റ് പീരീഡ് ഫാന്റസി ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ പുതിയ ടീസർ പുറത്തിറങ്ങി. ആക്ഷനും പഞ്ച് ഡയലോഗുകളും നിറഞ്ഞതാണ് ടീസർ. ഒപ്പം സിനിമയിൽ അതിഥി വേഷത്തിലെത്തുന്ന താരങ്ങളെയും ടീസറിൽ കാണാനാകും. ടീസറിൽ പ്രഭാസ് കലക്കിയിട്ടുണ്ടെന്നാണ് ഏറ്റവും നല്ല പ്രതികരണം എത്തിയിരിക്കുന്നത്. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ തുടങ്ങിയവരാണ് സിനിമയിലെ അതിഥി വേഷങ്ങളിൽ എത്തുന്നത്. കിരാത എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ സിനിമയിൽ എത്തുന്നത്. പാശുപതാസ്ത്രത്തിന്റെ അധിപനായ പുരാണത്തിലെ കിരാതൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ടീസറിന്റെ അവസാനമാണ് പ്രഭാസിനെ കാണിക്കുന്നത്. ഗംഭീര വരവേൽപ്പാണ് പ്രഭാസിന് ലഭിക്കുന്നത്. ചിത്രത്തിൽ നായകനേക്കാൾ പ്രഭാസ് സ്കോർ ചെയ്യുമെന്നാണ് പ്രേക്ഷകർ എക്സിൽ കുറിക്കുന്നതും. എന്നാൽ മോഹൻലാലിനെ ഇവർ ഉപയോഗിച്ച് കൊളമാക്കും എന്ന് തന്നെയാണ് പല പ്രേക്ഷകരും പറയുന്നത്. എന്നിരുന്നാലും മികച്ചൊരു വേഷം മോഹൻലാലിന് കൊടുത്തിട്ടുണ്ടെന്ന് അണിയറ പ്രവർത്തകർ പറയുമ്പോഴും അതിനി കണ്ടു തന്നെയാണ് നമ്മളുടെ അഭിപ്രായം മാറ്റേണ്ടതും. എന്തായാലും മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് രണ്ടേ പേരെയാണ്, ലാലേട്ടനെയും പ്രഭാസിനെയും. അത് ഗംഭീരമായിട്ടുണ്ട് തന്നെയാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. നായകൻ ഒരു പഞ്ചും വരുന്നില്ല. അറിയാവുന്ന ആൾക്കാരെ പിടിച്ച് ശിവനും പാർവതിയും ആക്കാമായിരുന്നു. എന്തോ അവർ തന്നെയല്ലേ എന്നൊരു തോന്നൽ. പിന്നെ ലാലേട്ടനും പ്രഭാസും ഉള്ളതുകൊണ്ട് ഒരു ഓളം പ്രതീക്ഷിക്കാം. മലയാളം ഡബ്ബിംഗിലെത്തുന്ന ഈ ചിത്രം എന്നാൽ മലയാളം ഡബ്ബിംഗ് നല്ല മോശമായിട്ടുണ്ടെന്നും നമുക്ക് ഈ ടീസറിലൂടെ വ്യക്തമാകുന്നുണ്ട്. എന്നാൽ ക്യാരക്ടറുകളുടെ തെരഞ്ഞെടുപ്പുകളിൽ പാളിയിട്ടുണ്ടെന്ന് പല പ്രേക്ഷകരും പറയുന്നുണ്ട്. കൂടാതെ ഇതുപോലുള്ള ക്യാരക്ടർ ആർക്കാണ് അനുയോജ്യമെന്നും പ്രേക്ഷകർ അഭിപ്രായം പങ്കുവെച്ചുകൊണ്ടാണ് ടീസറിന് താഴെ കമന്റ് ബോക്സുകളിൽ എത്തിയിരിക്കുന്നത്. സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ എത്തുന്നത്. ലാലേട്ടനെയും പ്രഭാസിനെയും പ്രശംസിച്ചുകൊണ്ടാണ് അവർ എത്തുന്നത്. കൂടുതലും പ്രഭാസിനെയാണെങ്കിലും അതിനൊപ്പം ലാലേട്ടന്റെ പേരും പറഞ്ഞതാണ് അത്ഭുതം സമ്മാനിക്കുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് പ്രഭാസിന് തന്നെ കൊടുത്തുകൊണ്ടാണ് പ്രേക്ഷകരുടെ കമന്റുകൾ എത്തിയത്. ലാലേട്ടനെ കാണാൻ എത്തിയവർക്കും പ്രഭാസിനെയാണ് കൂടുതൽ ഇഷ്ടമായതെന്നും അവർ പറയുന്നുണ്ട്. കൂടാതെ പ്രഭാസിന് വലിയ ലുക്ക് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്നതും പ്രേക്ഷകർ കണ്ടു മനസ്സിലാക്കുന്നുണ്ട്. മോഹൻലാലിനെ പോലെ തന്നെ വിമർശനങ്ങൾക്ക് പാത്രമാകുന്ന ഒരു നടനാണ് നിവിൻ പോളി. ആ വിമർശനങ്ങളെയൊക്കെ കാറ്റിൽ പറത്താൻ ഒരുങ്ങിയാണ് അദ്ദേഹമെന്നാണ് അടുത്തിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയൊരു മാറ്റത്തിന് അദ്ദേഹം ഒരുങ്ങുമ്പോൾ ഇതൊന്നുമല്ല, ഇതിനപ്പുറം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. നിവിൻ പോളിയുടെ ട്രാൻസ്ഫോർമേഷൻ ചിത്രങ്ങളാണ് കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. വണ്ണം കുറച്ചുള്ള നടന്റെ സ്റ്റൈലിഷ് ചിത്രങ്ങൾ കണ്ടതോടെ ആ പഴയ നിവിൻ പോളിയെ തിരികെ കിട്ടി എന്ന സന്തോഷത്തിലാണ് ആരാധകർ. നിവിൻ പോളിയുടെ മാറ്റത്തെക്കുറിച്ച് നടനും സംവിധായകനുമായ ആര്യൻ രമണി ഗിരിരാജ വല്ലഭൻ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ഡിയർ സ്റ്റുഡൻസ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലും 2 മാസം കഴിഞ്ഞ് നിവിന്റെ ഫ്ളാറ്റിൽ വെച്ചും കണ്ട അനുഭവമാണ് ആര്യൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത്. ഡിയർ സ്റ്റുഡന്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ചെന്ന് പുള്ളിയുടെ ക്യാരവാനിൽ കയറിയതും ഞാൻ ഒന്ന് ഞെട്ടി. കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ഇടയ്ക്കിടെ കാണുന്ന നിവിൻ പോളിയല്ല. കണ്ണിൽ ഒരു പുതു വെളിച്ചം, വാക്കിലും നോക്കിലും ഒരു പുതു തെളിച്ചം. ആഹാ, ചിരിയൊക്കെ, ആ ഒരു പഴയ ചാർമും ആ ഒരു അഴക്, ഐവ ചെക്കൻ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിൽ പറഞ്ഞു. ക്യാരവാനിൽ കയറിയ പാടെ ആശാൻ വന്ന് ഇങ്ങോട്ട് കൈ നിന്ന് ഹെഡിങ്, എന്താ മോനെ സുഖമല്ലേ? പുഞ്ചിരി തൂകിയുള്ള ആ ഒരു ദിവിൻ ശൈലിയിലുള്ള ചോദിക്കലിൽ മനസ്സിലായി ആള് പൊളിമൂടാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ആകെ ഒരു തിളക്കം? മുന്നിലിരിക്കുന്ന ഫിഷ് സലാഡ് ബൗളിൽ പോർക്കെടുത്ത് ഗ്രിൽഡ് ഫിഷിന്റെ മർമ്മം നോക്കി കുത്തിയെടുത്ത് ലെറ്റൂസും ചേർന്ന ഒരു കൊമ്പനെ പോലെ ആശാൻ വായിലാക്കി ചവച്ചു പറഞ്ഞു, ഇനി നീ നോക്കിക്കോടാ, ഞാനൊരു പിടി അങ്ങ് പിടിക്കാൻ പോവാ. ചവച്ചുകൊണ്ട് എന്നെ നോക്കി പുള്ളി കണ്ണിറുക്കി ഒരു ക്രൗര്യ ചിരി അങ്ങ് ചിരിച്ചു. അത്രയും ടെൻഡറായ ജ്യൂസി ഗ്രിൽഡ് ഫിഷിൽ നിന്നും ഞാൻ വെള്ളം ഇറക്കാതിരിക്കാൻ പാടുപെട്ട് പുള്ളിയുടെ മുഖത്ത് നോക്കിയതും എന്റെ ഗ്രിൽഡ് ഫിഷിലേക്കുള്ള ലുക്ക് ശ്രദ്ധിച്ചിട്ടാണോ എന്നറിയില്ല, ആശാൻ ആ പ്ലേറ്റ് അപ്പുറത്തേക്ക് മാറ്റി സേഫ് ആക്കി വെച്ച്. ഒരു മെയ്ഡപ്പായി പറഞ്ഞതല്ല, ലിറ്ററലി ഹി സെഡ് ദാറ്റ്. വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ ആ സീക്വൻസ് വിനീതേട്ടൻ നിവിന്റെ റിയൽ ലൈഫിൽ മുന്നേ എപ്പോഴെങ്കിലും നടന്നത് റീക്രിയേറ്റ് ചെയ്തതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. നിവിൻ ബ്രോ എന്നോട് കൈ മുന്നിലെ കണ്ണാടി ടേബിളിൽ അടിച്ചു പറഞ്ഞു, നീ ഈ എനിക്ക് വന്ന ഒരു ചെറിയ മാറ്റം ഒന്നും നോക്കേണ്ട, ഇനി ഒരു
വരുന്ന 2 മാസം കഴിഞ്ഞ് നീ കണ്ടോ മോനെ? ഞാൻ പറഞ്ഞു ബ്രോ ഫുൾ പവറിൽ പൊളിക്ക് ബ്രോ. ഞാൻ എന്നല്ല, നാട്ടിലെ നിവിൻ പോളിയെ ഇഷ്ടപ്പെടുന്നവർ സകല ഫാൻസും കാത്തിരിക്കുക. യെസ്, ചെക്കൻ സെറ്റ് മൂഡിൽ. അന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് 2 മാസത്തിന് ശേഷം ആശാന്റെ പുതിയ ഫ്ളാറ്റിൽ വെച്ചാണ്. ഫ്ളാറ്റ് മാത്രമായിരുന്നില്ല പുതിയത്. പുതിയ ലുക്കിൽ പഴയതിനേക്കാളും പ്രസരിപ്പിലുള്ള നിവിൻ പോളി. ഷടാ മച്ചാൻ, രണ്ടും കൽപ്പിച്ച മട്ടാണെന്നാ തോന്നുന്നേ. അതാ നിവിൻ പണ്ട് പറഞ്ഞു വിട്ട കളരി ആശാനെ നിവിൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഒരു കുഞ്ഞു പോലും അറിയാതെ ചെക്കൻ തന്നെ ട്രെയിനിങ് എല്ലാം തുടങ്ങിയിരിക്കുന്നു. അടിപൊളി. അന്ന് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു നൈറ്റ് ആയിരുന്നു. കുട്ടുവിനൊപ്പം പുള്ളിയുടെ ഹോം തിയേറ്ററിൽ നിവിൻ എന്നെ കൊണ്ടുപോയി. ഇഷ്ടപ്പെട്ട സിനിമകൾ, ഇഷ്ടപ്പെട്ട ജോണറുകൾ, കുറെ തമാശകൾ, കുറെ ഫ്യൂച്ചർ പ്ലാനുകൾ, അങ്ങനെ കുറെ സംസാരിച്ച് അവസാനം ഇറങ്ങാൻ നേരം ഞാൻ പറഞ്ഞു, മൊത്തം ലുക്ക് തന്നെ മാറിയിട്ടോ, ഈ പിടി തന്നെ പിടിച്ചോ, സെറ്റാണ്. പുള്ളി പുഞ്ചിരിച്ച് പറഞ്ഞു, എടാ തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ആ നിമിഷം ഉറപ്പിച്ചു. എന്റെ തോന്നൽ മാത്രമല്ല, നിവിൻ ശരിക്കും രണ്ടും കൽപ്പിച്ച. ഞാൻ ആഗ്രഹിക്കുന്ന നിവിൻ പോളിയെ ഞാൻ അന്ന് അവിടെ കണ്ടു. എന്റെ നായകനെ ഞാൻ അവിടെ കണ്ടു. ആര്യൻ രമണി ഗിരിജാവല്ലഭന്റെ വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകരെ അതിശയിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെയും നിവിന്റെയും ഒരു സിനിമ കൂടി വരികയാണല്ലോ.